ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്യാധുനിക യുദ്ധതന്ത്രങ്ങളുടെയും പ്രഹരശേഷിയുടെയും പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ഇറാന്റെ പോരാട്ട വീര്യം പശ്ചിമേഷ്യയുടെ ആകാശത്ത് അഗ്നി പടർത്തിക്കൊണ്ടിരിക്കുന്നു. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയുടെ മണ്ണിൽ അധിനിവേശവും അധികാരഗർവവും കാട്ടിയിരുന്ന ഇസ്രായേലിനും അവരുടെ പിന്നിൽ കരുത്തു പകർന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും അപ്രതീക്ഷിതമായ പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് ഇറാന്റെ ഡാൻസിംഗ് മിസൈലുകൾ കുതിച്ചുയരുന്നത്. ലോകത്തൊരു ശക്തിക്കും തൊടാനാകില്ല എന്ന് ഇസ്രായേൽ വളരെ അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞ അയൺ ഡോമും അത്യാധുനികമെന്ന് അമേരിക്ക അവകാശപ്പെട്ട താഡ് പ്രതിരോധ സംവിധാനങ്ങളും ഇറാന്റെ ഈ വജ്രായുധത്തിന് മുന്നിൽ വെറും കളിപ്പാട്ടങ്ങളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശത്രുവിന്റെ കണ്ണുവെട്ടിച്ച് ഏത് പ്രതിരോധ കവചത്തെയും നിഷ്പ്രഭമാക്കി ലക്ഷ്യസ്ഥാനത്ത് സർവനാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ ഇറാന്റെ സൈനിക മികവിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. വർഷങ്ങൾക്ക് മുൻപേ വരാനിരിക്കുന്ന മഹായുദ്ധത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറാൻ തങ്ങളുടെ ഭൂഗർഭ അറകളിൽ പടുത്തുയർത്തിയ അത്ഭുതകരമായ മിസൈൽ നഗരങ്ങളിലെ ഏറ്റവും പ്രധാനിയാണ് ഈ ഡാൻസിംഗ് മിസൈൽ. പ്രതിരോധത്തിന്റെ വേലിക്കെട്ടുകളെ കാറ്റിൽ പറത്തി ആകാശത്ത് നൃത്തം ചെയ്യുന്നത് പോലെ ദിശ മാറി സഞ്ചരിക്കുന്ന ഈ മിസൈലുകൾ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയും കമാൻഡ് സിസ്റ്റങ്ങളെയും തരിപ്പണമാക്കാൻ കെൽപ്പുള്ളവ തന്നെ. അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ ആഡംബരങ്ങൾക്കും ഇസ്രായേലിന്റെ സൈനിക അഹങ്കാരത്തിനും മറുപടിയായി ഇറാൻ വികസിപ്പിച്ചെടുത്ത ഈ മിസൈലുകൾ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിക്കുറിച്ചിരിക്കുന്നു. നയതന്ത്രജ്ഞതയും സൈനിക കരുത്തും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ ഘട്ടത്തിൽ പശ്ചിമേഷ്യയുടെ ഭാവി നിശ്ചയിക്കുന്നത് ഇറാന്റെ ഭൂഗർഭ അറകളിൽ നിന്ന് പുറപ്പെടുന്ന ഈ വജ്രായുധങ്ങൾ തന്നെയാണ്. നമുക്ക് ഇറാന്റെ വജ്രായുധത്തെ ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇസ്രായേലിന്റെ ലോക പ്രശസ്തമായ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൺ ഡോമിനെ പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഇറാന്റെ പുത്തൻ മിസൈൽ സാങ്കേതിക വിദ്യ ആഗോള പ്രതിരോധ വിദഗ്ധർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇറാന്റെ പുതിയ തലമുറയുടെ മിസൈലുകൾ, പ്രത്യേകിച്ച് ഫത്താഹ് പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ആകാശത്ത് വെച്ച് തങ്ങളുടെ സഞ്ചാരപഥം പെട്ടെന്ന് മാറ്റാൻ കെൽപ്പുള്ളവയാണ്. ഈ സവിശേഷത തന്നെയാണ് പലപ്പോഴും ഡാൻസിംഗ് മിസൈലുകൾ എന്ന് ഇവയെ വിശേഷിപ്പിക്കുന്നത്. അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങൾ ഒരു മിസൈലിന്റെ വേഗതയും അത് വന്നു പതിക്കാൻ സാധ്യതയുള്ള സ്ഥലവും മുൻകൂട്ടി കണക്കാക്കിയാണ് അതിനെ തടയാനുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകൾ വിക്ഷേപിക്കുന്നത്. എന്നാൽ ഒരു മിസൈൽ ആകാശത്ത് വെച്ച് അപ്രതീക്ഷിതമായി ദിശ മാറുകയും അതിവേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്താൽ ആധുനിക റഡാറുകൾക്ക് പോലും അതിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാൻ സാധിക്കില്ല. ഇതോടെ പ്രതിരോധ മിസൈലുകൾ ലക്ഷ്യം കാണാതെ പരാജയപ്പെടുകയും ചെയ്യും. ഇറാന്റെ ഈ ഡാൻസിംഗ് കരുത്തിന്റെ രഹസ്യം അവയിൽ ഘടിപ്പിച്ചിരിക്കുന്ന മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയാണ്. അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ മിസൈലിന്റെ മുൻഭാഗം വശങ്ങളിലേക്ക് ചലിക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ കൂടി എത്തുന്നതോടെ ഇസ്രായേലിന്റെ പ്രതിരോധ കവചങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത്. അയൺ ഡോം പ്രധാനമായും ഹ്രസ്വദൂര റോക്കറ്റുകളെ തടയാൻ രൂപകൽപ്പന ചെയ്തതാണ് എന്നതിനാൽ സജ്ജിൽ പോലുള്ള ദീർഘദൂര മിസൈലുകളെയും ഫത്താഹ് പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെയും തടയാൻ ഇസ്രായേലിന് ആരോ, ഡേവിഡ്സൺ, സ്ലിംഗ് എന്നീ കൂടുതൽ കരുത്തുറ്റ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടതായി വരുന്നുണ്ട്. എന്നാൽ ഒരേ സമയം 100 കണക്കിന് മിസൈലുകൾ വിവിധ ദിശകളിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുതിച്ചെത്തുന്ന മിസൈൽ സ്വാം എന്ന തന്ത്രം ഇറാൻ പയറ്റിയാൽ ഏത് വൻ ശക്തിയുടെ പ്രതിരോധവും തകരാൻ സാധ്യതയുണ്ട്. ഇറാന്റെ മിസൈൽ ശേഖരത്തിലുള്ള ഈ വിപ്ലവകരമായ മാറ്റം പശ്ചിമേഷ്യയിലെ യുദ്ധതന്ത്രങ്ങളെ അടിമുടി മാറ്റുക തന്നെ ചെയ്യും. ഖര ഇന്ധനം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മിസൈലുകൾ പെട്ടെന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതും ആകാശത്ത് വെച്ച് നൃത്തം ചെയ്യുന്നത് പോലെ ദിശ മാറുന്നതും ഇറാനെ ഈ പോരാട്ടത്തിൽ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുന്നുണ്ട്. ലോകം വളരെ ഭീതിയോടെ ഉറ്റുനോക്കുന്നത് ഈ മിസൈൽ കരുത്ത് എങ്ങനെ മേഖലയിലെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കും എന്നതിലേക്ക് തന്നെയാണ്. യുദ്ധത്തിന്റെ ഈ പുതിയ ഘട്ടത്തിൽ സാങ്കേതിക വിദ്യയും വേഗതയുമാണ് വിജയത്തെ തന്നെ നിർണ്ണയിക്കുന്നത് എന്ന് സാരം. എന്തായാലും ഇറാന്റെ സ്മൈലിംഗ് മിസൈൽ അല്ലെങ്കിൽ ഡാൻസിംഗ് മിസൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാങ്കേതിക കരുത്ത് പശ്ചിമേഷ്യൻ യുദ്ധതന്ത്രങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പരമ്പരാഗത മിസൈലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇവയുടെ പ്രഹരശേഷിയും സഞ്ചാരപഥവും ശത്രുപക്ഷത്തെ പ്രതിരോധ സംവിധാനങ്ങളെ അന്ധമാക്കാൻ കെൽപ്പുള്ളതാണ്. ഈ യുദ്ധത്തിൽ ഇറാൻ കൈവരിക്കുന്ന മേൽക്കൈ പ്രധാനമായും 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കും. ആദ്യത്തേത് ഇസ്രായേലിന്റെ വിഖ്യാതമായിട്ടുള്ള അയൺ ഡോം, ആരോം തുടങ്ങിയ ബഹുതല പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ
മാറ്റാനുള്ള ശേഷി തന്നെയാണ്. സാധാരണ മിസൈലുകൾ ആകാശത്ത് ഒരു വില്ല് പോലെ നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇറാന്റെ പുതിയ മിസൈലുകൾ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രതിരോധ മിസൈലുകൾക്ക് അവയെ പിന്തുടർന്ന് നശിപ്പിക്കുന്നത് അസാധ്യമാക്കും. ഇസ്രായേലിന്റെ ആകാശ കവചം ഭേദിക്കപ്പെട്ടാൽ അത് അവരുടെ സൈനിക ആത്മവിശ്വാസത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യമാണ് പറയാനുള്ളത്. രണ്ടാമതായി പറയാനുള്ളത് ഇറാന്റെ ഹൈപ്പർസോണിക് വേഗത തന്നെയാണ്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ എടുക്കുന്ന സമയം വളരെ കുറവാണ്. വിക്ഷേപണം തിരിച്ചറിഞ്ഞ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപേ ഇവ ലക്ഷ്യത്തിൽ പതിക്കുന്നുണ്ട്. ഇത് യുദ്ധഭൂമിയിൽ ഇസ്രായേലിനും അതുപോലെ സഖ്യകക്ഷികൾക്കും തീരുമാനങ്ങൾ എടുക്കാൻ ലഭിക്കുന്ന സമയം ഇല്ലാതാക്കും. മാർച്ച് 15 മുതൽ ആരംഭിച്ച സൈനിക നടപടികളിൽ സെജിൽ പോലുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നത് ഈ വേഗതയുടെ ആനുകൂല്യം മുതലെടുക്കാൻ തന്നെയാണ്. മൂന്നാമതായിട്ടുള്ളത് മിസൈൽ സ്വാം എന്ന തന്ത്രം തന്നെയാണ് ഇറാൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ്. 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഒരേ സമയം വിവിധ ദിശകളിൽ നിന്ന് വിക്ഷേപിക്കുന്നതിലൂടെ ഏത് അത്യാധുനിക പ്രതിരോധ സംവിധാനത്തെയും തളർത്താൻ ഇറാന് സാധിക്കും. ദുബായ് വിമാനത്താവളത്തിന് സമീപമുണ്ടായ ആക്രമണം സൂചിപ്പിക്കുന്നത് ഇറാന്റെ പ്രഹരശേഷി ഇസ്രായേലിന് പുറത്തുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. ഇത് മേഖലയിലെ വിദേശ നിക്ഷേപകരെയും എണ്ണ വ്യാപാരത്തെയും ബാധിക്കുന്നതിലൂടെ വലിയൊരു സാമ്പത്തിക യുദ്ധത്തിനും വഴിയൊരുക്കിയേക്കാം. മിസൈലുകളുടെ ഈ നൃത്തം കേവലം ഒരു സാങ്കേതിക വിദ്യയല്ല, മറിച്ച് ശത്രുവിന്റെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ഒരു യുദ്ധതന്ത്രം തന്നെയാണ്. ഇത് തുടർന്നു പോന്നാൽ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ഇസ്രായേലിന്റെ യുദ്ധരീതിക്ക് പകരമായി അവർക്ക് കൂടുതൽ ആക്രമണോത്സുകമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതായി വരും. അതൊരു പക്ഷേ പൂർണ്ണ തോതിലുള്ള ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇറാന്റെ ഈ നൂതന മിസൈൽ കരുത്തിനെ പ്രതിരോധിക്കാൻ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി അതീവ ജാഗ്രതയോടെയുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള അയൺ ഡോം ആരോ സംവിധാനങ്ങൾ പരാജയപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ അവർ പ്രധാനമായും 3 തലങ്ങളിലുള്ള പ്രതിരോധ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയൺ ബീം എന്ന ലേസർ പ്രതിരോധ സംവിധാനം തന്നെയാണ്. മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ അതിവേഗത്തിലുള്ള ലേസർ രശ്മികൾ ഉപയോഗിച്ച് കരിച്ചു കളയുന്ന ഈ സാങ്കേതിക വിദ്യ ഇറാന്റെ ഡാൻസിംഗ് മിസൈലുകളുടെ ദിശമാറ്റത്തെ പോലും മറികടക്കാൻ ശേഷിയുള്ളതാണ് എന്നാണ് അവകാശപ്പെടുന്നത്. സെക്കൻഡിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശരശ്മികൾ ആയതുകൊണ്ട് തന്നെ മിസൈലുകളുടെ വേഗത ഇവിടെ ഒരു തടസ്സമാകുന്നേയില്ല. രണ്ടാമതായി അമേരിക്ക തങ്ങളുടെ അത്യാധുനിക താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മേഖലയിൽ കൂടുതൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. അന്തരീക്ഷത്തിന് പുറത്ത് വെച്ച് തന്നെ ശത്രു മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള താഡ് ഇറാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത് പോലും. ഇതിനോടൊപ്പം തന്നെ US നേവിയുടെ ഈജിസ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലും മെഡിറ്ററേനിയൻ കടലിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവ ഇറാന്റെ വിക്ഷേപണങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിയുകയും പ്രതിരോധത്തിലാക്കുകയും ചെയ്യുമെന്നാണ് അമേരിക്ക പറയുന്നത്. മൂന്നാമത്തെ നീക്കം സൈബർ യുദ്ധമുറ തന്നെയാണ്. ഇറാന്റെ മിസൈൽ കമാൻഡ് ആൻഡ് കൺട്രോളർ സംവിധാനങ്ങളെ ഹാക്ക് ചെയ്യാനും വിക്ഷേപണത്തിന് മുൻപോ ശേഷമോ മിസൈലുകളുടെ ഗതി തെറ്റിക്കാനുമുള്ള സ്റ്റക്സ്നൈറ്റ് മാതൃകയിലുള്ള ഡിജിറ്റൽ ആക്രമണങ്ങൾ അമേരിക്കയും ഇസ്രായേലും ശക്തമാക്കിയിട്ടുണ്ട്. മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ അവയുടെ സോഫ്റ്റ്വെയറുകളിൽ തകരാർ വരുത്തി കടലിലോ വിജനമായ സ്ഥലങ്ങളിലോ പതിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മാർച്ച് 16 ദുബായ്ക്ക് സമീപം ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇത്തരം സാങ്കേതിക സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. യുദ്ധം കേവലം മിസൈലുകൾ തമ്മിൽ മാത്രമുള്ളതല്ല, മറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ തമ്മിലുള്ള ഒരു മത്സരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇറാന്റെ മിസൈലുകളുടെ ഗതി മാറ്റാനുള്ള ശേഷിയും ഇസ്രായേലിന്റെ ലേസർ പ്രതിരോധവും തമ്മിലുള്ള ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ ആര് വിജയിക്കുമെന്ന് നിശ്ചയിക്കുക തന്നെ ചെയ്യും. എന്തായാലും യുദ്ധം അധികം നാൾ നീണ്ടു പോകാതിരിക്കാൻ നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.